തന്നെ കട്ടായതാ. എന്റെ ടെമ്പർ ലൂസാക്കാൻ വേണ്ടി വിളിക്കരുത്, പോയിക്കോണം. ശരി, ഈ ടെമ്പർ ലൂസ് ആകുന്ന എന്തിന് ടെമ്പർ ലൂസ് ആക്കണം? ഞാൻ ഈ ഗുജറാത്തിലോട്ട് നിങ്ങളൊന്ന് പോകണം, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഗുജറാത്തിൽ പോയി നോക്കണം. പഴയ അവിടെ ആൾക്കാരുമായി നിങ്ങൾ സംസാരിച്ചിട്ട് ഈ പറഞ്ഞ അഭിപ്രായം അവിടെ ഉള്ളവർക്കുണ്ടോ എന്ന് ചോദിക്കുക. അവിടെ മീഡിയ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മീഡിയയുമായിട്ട് പോകാം, നിങ്ങൾ സ്വാതന്ത്ര്യം, ആരും നിങ്ങളെ പിടിച്ചു കെട്ടത്തില്ല. പോയി നിങ്ങൾ ഈ പഴയ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി ഈവൻ ബിൽക്കിസ് ബാറുമായിട്ട് തന്നെ കലാവ് നിങ്ങൾ ഇന്റർവ്യൂ എടുക്കൂ. നിങ്ങൾ എന്തിനു ഈ ഇത്രയും ബഹളം ഉണ്ടായിരുന്നു? ആരും ആരെയും പിടിച്ചു കെട്ടാനോ ആരും ആരെയും ബലാത്സംഗം ചെയ്യാനോ ഒന്നും ആരും ഇവിടെ പോകുന്നില്ല. ശരിയാ, ബലാത്സംഗം സ്വയം എന്തോ പിന്നെ റബ്ബർ വെച്ച് കുത്തിക്കയറ്റി പെണ്ണുങ്ങളെല്ലാം തനിയെ കുത്തിക്കയറ്റി ചത്തു. അവരുടെ മകളെ 3 വയസ്സുള്ള കൊച്ചിനെ അവർ തനിയെ എടുത്ത് നിലത്തടിച്ച് കൊന്നു. ഒന്ന് പോ വിനോദ വെച്ചിട്ട്. ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഞാനൊന്നും പറയാനില്ല. ഹലോ ഹലോ സമാധാനമായി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഏറെ കേട്ടു. നോക്കിക്കോ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന നമ്മള് അഭിപ്രായങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ വാട്സപ്പ് ഓൺ ചെയ്യേ, ഞാൻ അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. അല്ലാതെ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതെടുത്തിടുമെന്ന് എനിക്കറിയാം. ദോഷമാണ് ചെയ്യുന്നത് നിങ്ങൾ. നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മളെ അഭിപ്രായങ്ങൾ പറയുന്നു, ശരിയാണ്. ഇത് പറയും ഇയാൾ എന്റെ മണ്ടയ്ക്ക് കൊടുക്കാറാൻ വേണ്ട. ഓക്കെ, ഇനി അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. ഈ FIR ഇടുന്നു, ഈ ചാനൽ സ്റ്റോപ്പ് ചെയ്യുന്നു തോന്നി, അതെന്തായി? FIR ഇട്ടിട്ടുണ്ടല്ലോ. ചാനലിനെതിരെയാണോ? ചാനലിനെതിരെ. പിന്നെ മറുനാടതെ നമ്മൾക്ക് പണ്ടേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്പ്യാരെ അവിടുന്ന് നീക്കാനുള്ള നിർദ്ദേശം കൊടുക്കും, അത്രേ ഉള്ളൂ. സമയം എടുക്കും, പക്ഷെ നടക്കും. നിങ്ങൾ ഒരുപാട് അപ്സെറ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നപ്പം. എന്നാലും അത് പറഞ്ഞു തീരാതെ മന്നത്ത് പത്മനാഭന്റെ ഒരു വേർഡ് ഇടുന്ന കണ്ടു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ചോദിക്കാനാണ് സത്യത്തിൽ ഞാൻ വിളിച്ചത്. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി സ്വജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയട്ടെ, ഇത് പലരും അന്ന് അയാളത് കാണിച്ച മാന്യത. എഴുതാത്ത പല ചരിത്രങ്ങളും ഉണ്ടല്ലോ, നമുക്കും അറിയാമല്ലോ. എവിടെയാണ് ഇതില്ലാതിരുന്നത്, എവിടെയാണ് ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. എന്തില്ലാത്തത്? ഉണ്ണിയമ്പൂരിയുടെ കേസാ. അച്ഛനില്ലാത്തത് കൊണ്ട് വേറെ വെച്ച് അച്ഛനെന്ന് വിളിപ്പിച്ച ചരിത്രമോ? ഏത് കാലം പോലാണ് ഇവിടെ വിവാഹമൊക്കെ തുടങ്ങിയെന്ന് എല്ലാവരും വിളിച്ചത്? പണ്ടേ ഉണ്ടായിരുന്നു. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് നിക്കാഹ് ഉണ്ടായിരുന്നു. അങ്ങക്ക് നിക്കാഹ് ഉണ്ടായിരുന്നു. അല്ലല്ലോ. ഞാൻ പറയട്ടെ, ഈ 1500 വർഷം മുമ്പ് നിങ്ങൾ വന്ന ആ വേരിന്റെ എൻഡിൽ നിങ്ങൾ മുസ്ലിം ആയിരുന്നോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാമോ? ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദിവാസിയായിരുന്നു. അങ്ങനെ ഈ 1500 വർഷം മുമ്പ് നിക്കാഹ് ഉണ്ടായിരുന്നു, അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക്. അന്ന് നിങ്ങളുടെ പേര് മുസ്ലിം ആയിരുന്നു എന്ന് ഉറപ്പുണ്ടോ? അല്ല, നിങ്ങൾ ഇന്ത്യയിലുള്ളവരാണ്, അറിയാൻ പറ്റില്ല. ചിലപ്പോൾ 100-150 വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ നിങ്ങൾ മതം ചേരാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. കുറ്റമാണെങ്കിൽ ഹിന്ദുവായി മരിക്കുന്നത് എന്റെ കുറ്റമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അല്ല, അയാൾ രണ്ടാമത് കല്യാണം കെട്ടിയപ്പോ അയാൾക്ക് ബ്രാഹ്മണത്തെ മാത്രം മതി. എന്താ വേറെ താഴ്ന്ന ജാതികളിൽ പറ്റത്തില്ലായിരുന്നു ഇതൊന്നും, അല്ലേ? അയാൾ പിന്നെ ബ്രാഹ്മണത്തെ കെട്ടിയത്. ഇവൻ ഇങ്ങനെ വലിയ അയാളുടെ ഭാര്യ ബ്രാഹ്മണ ചെറിയത്തില്ലായിരുന്നു രണ്ടാമത് കല്യാണം കഴിച്ചത്. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ അദ്ദേഹം മനസ്സിലാക്കിയത് ഇത്രയധികം വർഗീയ വിഷയങ്ങൾ ഉണ്ടെന്ന്. അതിനകത്ത് അന്ന് 3 ലക്ഷം പേർക്കൊപ്പം ചേർന്നുകൊണ്ട് മതം മാറുമ്പം അതിനകത്ത് ബ്രാഹ്മണന്മാരും ഉണ്ടായിരുന്നു. ഈ വൃത്തികേട് അംഗീകരിക്കാത്ത ബ്രാഹ്മണന്മാരും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ബ്രാഹ്മണന്മാര് മൊത്തം കുഴപ്പമൊന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ മാന്യന്മാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ മതം വേണ്ട എന്ന് പറഞ്ഞിട്ട് ദൂരെ കളഞ്ഞിട്ട് അവര് ബുദ്ധമതം സ്വീകരിച്ചത്. അത് കണ്ടില്ലായിരുന്നു? എല്ലാം പൊട്ട്. ഹരിയാനയിൽ എന്ത് സംഭവിച്ചു? ഹരിയാനയിൽ ഭയങ്കര പ്രശ്നമാണ്. ഹരിയാനയില് അവിടെ നോക്കും ന്യൂസുകളുണ്ട്. അതിനകത്ത് അവിടെ 15% ഹിന്ദു, സിഖ് എല്ലാവരും കൂടി ചേർന്ന് 15 ബാക്കി കൂടുതലും വരുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ്. അതിൽ നല്ലൊരു വിഭാഗം അക്രമികള് ഈ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ആക്രമണത്തിനൊക്കെ ഇരയാക്കുന്നു. അതുകൊണ്ട് അവിടെ സ്പെഷ്യൽ പോലീസിന്റെ രാജ്യത്ത് ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ വന്നത് ആര് കാരണമാണ്? ഇത്രയും വലിയൊരു അരക്ഷിതാവസ്ഥ വന്നതിന്റെ കാരണം ആരാണ്? ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ അത് മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം ഭരണാധികാരികൾക്ക് യോഗ്യതയില്ല എന്നുള്ളത് കൊണ്ടല്ലേ? അതെന്താ നിങ്ങൾക്ക് അണികൾക്ക് മനസ്സിലാകാത്തെ?
അങ്ങനെയുള്ള അരക്ഷിതാവസ്ഥകള് 14 കോടി ജനങ്ങൾക്ക് കൂടുതലുള്ള ഒരു രാജ്യത്തെ സനാതന മതം ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ജാതിബോധം. അത് ചേഞ്ച് ചെയ്താൽ നിങ്ങൾ മനുഷ്യരല്ലല്ലോ, നിങ്ങൾ പിന്നെ ആ മതത്തിലില്ലല്ലോ. ഹിന്ദുമത സംസ്കാരത്തിൽ ജാതീയ വേർതിരിവ് നശിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ പിന്നെ എതിർവേദം, ഈ വേദങ്ങളൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. വേദവും ഉപനിഷത്തുകളൊന്നും ഇല്ലാതെ എന്ത് മതം? മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള മതവിഭാഗത്തിൽപ്പെട്ടവരും ഇതിൽ അനുവദിക്കുന്നില്ല. അതായത് ഈ ആണ് ഈ ഒരു കാര്യത്തിൽ അങ്ങനെയാണ്. എങ്ങനെയാണ് വിനോദേ നിങ്ങൾക്കിടയിലുള്ള ജാതിബോധമുള്ളതിനെ ഞങ്ങൾ എന്ത് ചെയ്തെന്നാണ്? നിങ്ങൾക്കിടയിലുള്ള ജാതിബോധത്തിന് ഇസ്ലാമിൽ എന്ത് ഇന്നത്തെ കാലഘട്ടത്തില് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ജാതി ചോദിക്കുകയോ അവനെ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യപ്പെടുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് കാലക്രമേണ മാറേണ്ടതാണ്. മനുഷ്യനുള്ളത്തോളം അത് കാലക്രമേണ മാറേണ്ടതാണ്. ഇത് തമ്പുരാട്ടി പറഞ്ഞ ഒരു സാധനം ഞാൻ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കേട്ടില്ലേ, എന്ത് കുന്തം വന്നാലും ഞാൻ ക്ഷത്രിയാണ്, എന്റെ ക്ഷത്രിയത്വം ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റൂലെന്ന് അവര് പറയണതാ. അതെങ്ങനെയാ മാറുമെന്ന് താങ്കൾ അവകാശപ്പെടുന്നത്? ഈ കണ്ണടച്ചിരുട്ടാക്കല്ലേ. ഒരു തമ്പുരാട്ടിയോ അവര് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഇത് കാലാപ്രമാണത്തിന് ഇപ്പൊ ഒരു 50-100 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ ഉണ്ടെന്ന് പിന്നെ ഷഫീന പറയുന്നുണ്ടോ? ഷഫീന പറയുക 100 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ജാതി വ്യവസ്ഥയിൽ ആ വേർതിരിത്യങ്ങൾ ഇന്ന് നിലവിലുണ്ടോ? വ്യത്യാസമുണ്ടോ ഇല്ലയോ? വ്യത്യാസമുണ്ടോ മനുഷ്യ മനസ്സുകളിൽ അത് അതുപോലെ തന്നെ ഉണ്ട്. ഭയപ്പെടുന്നത് ഇവിടുത്തെ ഭരണഘടനയാണ്. അംബേദ്കർ അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ട് വന്നില്ല എങ്കിൽ ഈ വ്യത്യാസങ്ങൾക്ക് ഒരു മാറ്റവും ഇവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് മുമ്പേ ഈ അംബേദ്കർ ഉണ്ടാക്കുന്നതിന് മുമ്പേ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായ ഒരു നാടാണിത്. നിങ്ങളൊക്കെ എങ്ങനെ പറയും? ആരുടെ സപ്പോർട്ട്? ആരാണത് കൊണ്ടുവന്നത്? പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുന്നു ഈ സംഭവങ്ങൾക്കൊക്കെ മുമ്പ് ഏറ്റവും വലിയ അടിസ്ഥാന പുരാണമെന്ന് കരുതുന്ന മഹാഭാരത എഴുതിയ വ്യാസൻ ആരെന്ന് മനസ്സിലാക്കണം. വാൽമീകി ആരെന്ന് മനസ്സിലാക്കണം. അന്നത്തെ കാലഘട്ടം എങ്ങനായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇവരൊക്കെ ഈ വ്യാസന്റെ പേരെന്താണെന്ന് അറിയുമോ? കൃഷ്ണദ്വൈപാവൻ എന്നാണ്. അയാൾ ആരായിരുന്നു അറിയാം? അത് മുക്കോസ്ലിയുടെ മകനാണ്. അയാൾ എഴുതിയാണ് ഈ മഹാഭാരതം. വാൽമീകി അതാണ് ഞങ്ങൾ പൂജിക്കുന്നത്. അതാണ് ഞങ്ങളുടെ മഹത്ഗ്രന്ഥം. അല്ല, അത് മഹത്വമല്ല. അത് നിങ്ങൾക്ക് ഇരുന്ന് തിന്നേണ്ട കുറെ മനുഷ്യർക്ക് നമ്മൾ വളരെ കേമന്മാരാണെന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പോക്കറ്റ്. അത് മനസ്സിലാക്കാൻ ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ഈ സവർണ സംവരണം ഇല്ലേ, അതിനകത്ത് തെളിവല്ലേ? സവർണ സംവരണം വന്നപ്പോ മനസ്സിലായല്ല നിങ്ങളുടെ കൂട്ടർക്ക് എത്രത്തോളം ബോധം പവരം ഉണ്ടെന്ന്. റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമല്ലേ ബോധം പവരം ഉണ്ടെന്ന്. അംബേദ്കർ എഴുതിയ ഭരണഘടനയല്ലേ? ആരായിരുന്നു അംബേദ്കർ? അംബേദ്കർ ആരും ആയിക്കോട്ടെ, അയാളൊരു മനുഷ്യനായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ മുഴുക്ക നിങ്ങളെയാണല്ലേ പറയുന്നത്. കത്തിച്ചിടാൻ ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതെന്ത് പറ്റി? അംബേദ്കറിന് അത്രയും ഇഷ്ടമായിരുന്നു ഹിന്ദു മതം. അതുകൊണ്ടാണ് അങ്ങനെ ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നൊക്കെ അംബേദ്കർ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഹിന്ദു മതം കളഞ്ഞിട്ട് പോയി ബ്രാഹ്മണ സ്ത്രീയെ തന്നെ കല്യാണം കഴിച്ചത് എന്തിന്? ബ്രാഹ്മണ സ്ത്രീ അല്ല അദ്ദേഹം ബ്രാഹ്മണ മതി. അദ്ദേഹം വിവാഹം കഴിച്ചത് പെണ്ണിനെയാണ്, അല്ലാതെ ബ്രാഹ്മണ സ്ത്രീയല്ല. ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ജാതീയത ഉണ്ട്. ഇവിടെ മനുഷ്യരുടെ ഉള്ളിൽ ജാതീയത ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് വിനോദ് ഇപ്പോഴും അംബേദ്കർ വിവാഹം കഴിച്ചത് ഒരു ബ്രാഹ്മണ സ്ത്രീയാണെന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായത് നമ്മൾ പറയണ്ടേ? അവരെന്തെങ്കിലും പറയുമ്പോ ഒരുത്ത കെട്ടിച്ചാടിയെന്നോ നിങ്ങളും എടുത്ത് കെട്ടിച്ചാടുവോ? ഇല്ല എന്ന് നിങ്ങളുടെ പ്രവൃത്തികളിൽ കൂടെയല്ലേ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ അത് തന്നെ ആവർത്തിക്കുമ്പോ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസമല്ലല്ലോ പറഞ്ഞത്. അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറയുന്നത് 100 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ജാതീയ വ്യവസ്ഥയുടെ തീവ്രത അങ്ങനെ പറയാം മാറിയെന്നല്ല പറഞ്ഞത്. ആ തീവ്രത മാറിയിട്ടുണ്ട്. മനുഷ്യനെ മനസ്സിലാക്കാനും ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇത്ര വേണം. നിയമം മൂലം കൊണ്ടുവന്ന് അല്ലെങ്കിൽ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ പറ്റുന്ന സ്ഥലത്തു കൂടെ പോലും മനുഷ്യർക്ക് നടക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ചിരുന്ന, ഉടുപ്പിടാൻ അനുവദിക്കാതിരുന്ന ഒരു വൃത്തികെട്ട സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെന്നുള്ളത് മറന്നുപോവല്ലേ?
അയ്യോ ഇതിന് മുമ്പ് ഉടുപ്പ് ആരും നടന്നത് ഇവര് അത് ഉടുപ്പിടാതെ നടക്കുന്നത് മലം മുറിച്ചത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു തെളിവിൽ ഒരാളില്ല. അങ്ങനെ ചാന്നാർ ലഹള ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ചാന്നാർ ലഹള ഉണ്ട്. ചാന്നാർ ലഹള എന്തുകൊണ്ടുണ്ടായി? എന്തിനായിരുന്നു ചാന്നാർ ലഹള? മാർക്കറ്റിലേക്ക് വന്ന ഒരു നാടാർ യുവതിയെ റൗക്ക ധരിച്ചതിനവരുടെ റൗക്ക വലിച്ചു കീറി അവരുടെ മുലനെട്ടുകളിൽ വെള്ളയ്ക്ക തുന്നി പിടിപ്പിച്ചതിന്റെ ദേഷ്യത്തിൽ നാടാർ സമുദായം ഒന്നടങ്ങ് ഇളങ്കി വന്നുണ്ടായ ഒരു ലഹളയാണ് ചാന്നാർ ലഹള, അല്ലേ? അതൊക്കെ അറിയാം. അന്ന് ആര് കണ്ടു? അന്ന് ഷഫീനയുടെ പൂർവ്വപിതാക്കൾ ബ്രാഹ്മണന്മാർ അല്ലായിരുന്നു. ആര് കണ്ടു? എന്റെ പൂർവ്വപിതാക്കന്മാര് ബ്രാഹ്മണരാണെങ്കിൽ ഇന്നതല്ല എന്നുള്ളതാണ് എന്റെ സമാധാനം. എന്റെ പൂർവ്വപിതാക്കന്മാർ ഇത്രയും നികൃഷ്ട ജന്തുക്കളാണെന്ന് അറിയുന്നത് എനിക്ക് ലജ്ജാകരമാണ്. ഇതാണ് ഇതിന്റെ ഒരു ടേം എന്ന് പറയുന്നത്. ഒരിക്കലും എന്റെ പൂർവ്വപിതാക്കന്മാർ ബ്രാഹ്മണരാകാൻ സാധ്യതയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഈ ജാതീയ വൈകൃതങ്ങളെ ഭയപ്പെട്ടിട്ടാണ് പലരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ മതം കൂടിയവരിലാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഈ പറയുന്ന ബ്രാഹ്മണ സമുദായമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. എന്നിട്ട് അങ്ങനെ അല്ലല്ലോ പറയുന്നത്. മറ്റേ നമ്മുടെ രാജാവ് എന്തോ പേര് പറഞ്ഞു, നമ്മുടെ ബീവി അറക്കൽ ബീവി, ഇവരൊക്കെ രാജാവായിരുന്നു, രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ. അവരൊക്കെ മാറിയിട്ട് മുസ്ലിം മതം ഇസ്ലാം സ്വീകരിച്ചെന്നല്ല പറയുന്നത്. അവരതിൽ ശ്രേഷ്ഠത കണ്ടു കാണും. അപ്പൊ അവരത് അങ്ങോട്ട് പോയി. എനിക്കറിഞ്ഞൂടാ ശ്രേഷ്ഠതയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. നമ്മളൊരു ജാതിയിൽ ജനിക്കുന്നു, ആ ജാതിയിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ എന്തിനാളുകൾ മാറേണ്ട? ഇത് എല്ലാം ഒരുതരം വിയർപ്പ് ഗന്ധമുള്ള ജട്ടിയല്ലേ. ഈ ജട്ടി ഇട്ടാലെന്ത്, ആ ജട്ടി ഇട്ടാലെന്ത്? ഇത് അത്രത്തോളം മനസ്സിലാക്കണം. അതെന്താ മനസ്സിലാക്കുന്നത്? അത് അത്രത്തോളം പറയുന്നത് കേൾക്കൂ. ആ ടേമാണ് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ആ ടേമാണ് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അത് കറക്റ്റാണ്. ആ കാര്യത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരിഫ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ആരിഫ് എന്താ പറയണേ? എന്റെ ഉമ്മയെ ഭോഗിക്കാൻ കിട്ടിയിരുന്നല്ലേ ആരിഫ് പറയണത്? അതാണോ ശരി? വേദനയാണ് അവൻ പറയുന്നത്. അവൻ പറയുന്നത് ഇസ്ലാം മതത്തിൽ അമ്മയെ ഭോഗിക്കാനുള്ള സംഗതി ഉണ്ട് എന്നാ പറയുന്നേ. അവൻ പറയുന്ന കോണ്ടസ്റ്റ് ഏതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒരായത്തിലുമില്ല അങ്ങനെ. ആ പറയുന്നത് അമ്മയെ ആ രീതിയിൽ ചിന്തിക്കുന്നത് പോലും പാപമാണ്. ആ രീതിയിൽ ചിന്തിക്കരുത്. അത്രയും അതിനേക്കാൾ വലിയ ക്രൈമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞതിനെ ഏറ്റവും മോശമായ രീതിയിൽ ആ രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ആരിഫിനെ പോലുള്ള വേട്ടാവളിയന്മാരാണ്. മതം പഠിച്ച ഒരു വ്യക്തിയും അങ്ങനെ പറയത്തില്ല. നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലുള്ള പോലുള്ള പാഷാണം അതിനകത്തില്ല. നിങ്ങളുടെ പാഷാണം ഒരു ബ്രാഹ്മണനായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവത്തില്ല. അതേസമയം നിങ്ങളുടെ പാഷാണ ഗ്രന്ഥങ്ങൾ അതുപോലെ എടുത്തു വെച്ച് എഴുതിയത് അത് കൃത്യമായ ആളുകളിലേക്ക് എത്തിയത്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ വേദപുരാണങ്ങളിൽ പറയുന്ന ബ്രാഹ്മണൻ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണ്. ആ സാഹചര്യം അനുസരിച്ച് ഞാൻ അങ്ങനെ പ്രവർത്തിക്കാനാണ് പറയുന്നത്. ഞങ്ങൾ ഗോത്രത്തിൽ ജനിച്ച ബ്രാഹ്മണനായിട്ട് കണക്കാക്കിയിരുന്നുമില്ല. അല്ലെങ്കിൽ വേദവ്യാസൻ ഒരിക്കലും കൃഷ്ണദ്വൈതാമൻ എന്ന് പറഞ്ഞ ആളൊരിക്കലും വ്യാസനാകത്തില്ലായിരുന്നു. പക്ഷെ ഇന്നതന്ന് ഞാൻ പറയുന്നില്ല. ഇന്നതങ്ങനെന്ന് പറയുന്നില്ല. അങ്ങനെ ആയിരുന്നു ഹിന്ദുമതം. പിന്നെ ഇവിടെ വിദ്യാഭ്യാസ വിലക്ക് പോലും ഉണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് അത് മറന്നു പോവല്ലേ? റാവു പെലെ വരുന്നിടം വരെ ഇവിടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണ് നിങ്ങളെന്നുള്ളത് മറന്നു പോവല്ലേ? അതൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഇന്നും ഉണ്ട്. നീതി നിഷേധിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നുള്ളത് സുന്നത്തായി കണക്കാക്കുന്ന ഒരു സമൂഹമാണ് ഇസ്ലാം സമൂഹം. ആ ഒരൊറ്റ കാരണം കൊണ്ട് അപലവൽക്കരണം ഏർപ്പെടുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി പൊരുതുക എന്നുള്ളത് ഒരു ജനാധിപത്യവാദിയായ ഷെഫീനയുടെ ഉത്തരവാദിത്തമാണ്. അത് ഷെഫീന ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് ഒരു സൗഹൃദവും വിലങ്ങുതടിയാകേണ്ട കാര്യമില്ല. എന്നെ കൊല്ലുന്നതിനായിട്ട് നിങ്ങൾ നിരന്തരം എന്നെ വിളിച്ചിട്ട് എന്നെ മാനസികമായി എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്യും. എന്റെ പൊന്നെ, ശരി, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല, ഇങ്ങനെ ഒരാളും ഇല്ല. ശരി, എന്നാൽ ഓക്കെ.
ജാതീയ ബോധമില്ല എന്ന് ഞാൻ പറയണമെങ്കിൽ അതുപോലുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവരിക. അങ്ങനെയെങ്കിൽ ഞാൻ ഇനി ജാതിയെ പറ്റി മിണ്ടത്തില്ല. അല്ലാത്ത പക്ഷെ ഞാൻ ജാതിയെ പറ്റി പറയും. പോട്ടെ. ഇനിയിപ്പം ഞാൻ ഇതിനെപ്പറ്റി അന്നെ ഞാൻ എയറിലും കയറ്റും. എന്നെ ഒന്നും ഏറെ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പറയാൻ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് ഒച്ചയിടാൻ വയ്യ. ഞാൻ ഓർക്കുന്നൊക്കെ എന്റെ മനസ്സിൽ വരുന്നൊക്കെ മറന്നു പോവാണ് നിങ്ങൾ ഒച്ച എടുക്കുമ്പോൾ പല കാര്യങ്ങളും. പിന്നെ സമാധാനമായി കാപ്പിയൊക്കെ കുടിച്ചോ? ഇത് പറയണ എന്തിനെന്ന് അറിയുമോ? വീഡിയോ ഇട്ട നിങ്ങൾ ഇതൊക്കെ പറഞ്ഞത് ഇടത്തില്ല. ഈ കാര്യം ഞാൻ പബ്ലിക്കിൽ ഇടും, നോക്കിക്കോ. എന്നെ നിരന്തരം ഞാൻ കഴിഞ്ഞാണ് വിളിച്ചപ്പോ ഞാൻ മിണ്ടാതെ വിട്ട എന്തെന്നറിയാം. ഫോട്ടോ എന്തിനാ വെറുതെ ഇനി ഫോട്ടോയും കൂടെ വെക്കും. ഈ വിനോദ് ഇതാണെന്നുള്ള ഫോട്ടോയും കൂടെ വെക്കും. ദൈവത്തിനൊന്നും ചെയ്യരുത്. ഞാൻ ആത്മഹത്യ ചെയ്യും നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട്. എന്റെ വീട്ടുകാർക്ക് പോലും അറിഞ്ഞുകൂടാ വേറെ ആർക്കും. ഞാനിങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാർ വേറെ രീതിയിൽ കാണും. ശരിക്കേ ഞാൻ പറഞ്ഞേ ശരി. ഈ വാട്സപ്പിന്റെ ബ്ലോക്ക് മാറ്റൂ. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ എഴുതാം, അല്ലെങ്കിൽ പറയാം. എന്റെ ടെമ്പർ ലൂസ് ആകുന്ന കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവന്ന് എഴുതി വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, December 6 മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ഗുജറാത്ത് കലാപം എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനെ പുകഴ്ത്തുന്നത് എനിക്ക് തീർത്തും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ഞാൻ ജനാധിപത്യ രാജ്യത്താണ്. അതിന് ചുമ്മാ പറഞ്ഞ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഗുജറാത്തിലൊന്ന് പോകണം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഗുജറാത്തിൽ പോകണം. നിങ്ങൾ അവിടുത്തെ ആരുമായിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ വന്ന അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അതിനെ മാനിക്കും. നിങ്ങൾ അതിനെ അംഗീകരിക്കും. അല്ലാതെ നമ്മൾ പറയുന്നിടത്തോളം കാര്യം ഈ ന്യൂസിന്റെ അടിസ്ഥാനത്തിലോ വാട്സപ്പിലെ മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലോ നിങ്ങൾ പറയരുത്. നിങ്ങൾ സ്വയമായിട്ട് ചെന്ന് നിങ്ങളെ പറ്റി നിങ്ങൾ ചെയ്യും. എങ്കിൽ ഞാൻ നിങ്ങളെ ബഹുമാനിക്കും, നിങ്ങളെ അംഗീകരിക്കും. ഞാൻ ആ ഒരു ടേമിലാണ് പറഞ്ഞത്. കാരണം ഒരുപാട് അത് അങ്ങനെയല്ലല്ലോ, ഒരാളെ നിസ്സാരമായിട്ട് കാണരുത്. ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട്. ബൈ. ശരി, ഓക്കെ. ശരി, ബൈ. സീ യു. ട്രിവാൻഡ്രത്ത് വരുമ്പോ വിളിക്കണം കേട്ടോ. ശരി.